ചെറുപ്പ കാലഘട്ടം തൊട്ട് ഞാനിങ്ങനെ താളം പിടിക്കും. ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂർ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട കായിക വിനോദമാണ് നാടൻ പന്തുകളി എന്നുള്ളത്. കേൾക്കുവാൻ തൻ കാതുകൾ മന്ദമായില്ല. സാംസ് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Today we are blessed and honored to have a spiritual leader, composer and a gifted singer. അതിലുമൊക്കെ ഉപരി ഒരു സന്യസ്ത വൈദികനായ വന്യ ബർഷിമോൻ റംബാച്ച. റംബാച്ച, വെൽക്കം ടു അവർ ഷോ. തന്റെ ആത്മീയ ശുശ്രൂഷയിലൂടെയും ഹൃദയസ്പർശിയായ ഗാനങ്ങളിലൂടെയും അനേകം വിശ്വാസികളുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബർഷിമോൻ റംബാച്ചൻ. പ്രാർത്ഥനയിലൂടെയും ധ്യാനയോഗങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും നിരവധി ആളുകളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ റംബാച്ചൻ സഹായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബർഷിമോൻ റംബാച്ചനെ ഹൃദയപൂർവ്വം സാംസ് ടോക്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റംബാച്ച, നമ്മുടെ സാംസ് ടോക്സിന്റെ ഓഡിയൻസിന് ഇതുപോലൊരു ഗസ്റ്റ് ആദ്യമായിട്ടാണ്. അപ്പം റംബാച്ചനെ ഒന്ന് പരിചയപ്പെടുത്തി, റംബാച്ചൻ ഏത് സഭയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്, ഇതിന്റെ വിവരങ്ങളൊക്കെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവോ? എൻ്റെ പേര് ബർഷിമോൻ റംബാച്ചൻ. ഞാൻ യാക്കോബായ സുറിയാനി സഭയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. എൻ്റെ ജന്മദേശം പാമ്പാടി വെള്ളൂരാണ്. ഒരുപാട് നാൾ ഞാൻ മഞ്ഞനിക്കര ദേറായിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. ഇപ്പോൾ പാമ്പാടിയിൽ ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഈ ബർഷിമോൻ എന്ന പേര് ഇത്തിരി വെറൈറ്റി നെയിമാണ്. അപ്പം എന്തുകൊണ്ടാണ് ആ പേര് ചൂസ് ചെയ്യാനുള്ള കാരണം? ആ പേരിന്റെ അർത്ഥം എന്താണ്? ആ പേരിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ബർശമൂൻ എന്നാണ് യഥാർത്ഥത്തിൽ പേര്. അത് അതിൻ്റെ സുറിയാനി വാക്കിൽ നിന്നാണ് ആ പേര് വന്നിരിക്കുന്നത്. ബർ എന്ന് പറഞ്ഞാൽ പുത്രനും, ശമൂന്റെ പുത്രൻ എന്നാണ് അർത്ഥം. അപ്പം ഞങ്ങളുടെ ഇടവപ്പള്ളി തൂണിന്മേൽ തപസ് ചെയ്ത മോർ ശമൂൻ ദസ്തൂനയുടെ നാമത്തിലുള്ള പള്ളിയാണ്. അപ്പം ആ വിശുദ്ധൻ്റെ മകൻ എന്നുള്ള നിലയിലാണ് ഈ റംബാൻ ആയ സമയത്ത് ആ പേര് നൽകിയിരിക്കുന്നത്. അത് എളുപ്പത്തിൽ വിളിക്കുന്നതാണ് ബർഷിമോൻ. ബർഷിമോൻ എന്ന് വിളിക്കും. ഇപ്പൊ റംബാച്ചൻ ചെറുപ്പം മുതലേ ഈ ആത്മീയ ശുശ്രൂഷകളിലും പള്ളികളും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നു. ചെറുപ്പ കാലഘട്ടം തൊട്ട് ആരാധനയോടൊക്കെ പ്രത്യേക ഒരു താല്പര്യമായിരുന്നു, പ്രത്യേകിച്ച് സംഗീതത്തോട്. ബാല്യകാലത്തൊക്കെ പള്ളിയിൽ പോകുമ്പോൾ വളരെ കാര്യമായിട്ട് താല്പര്യത്തോടു കൂടിയാണ് ഇതൊക്കെ നോക്കിക്കണ്ടിരുന്നത്. അന്ന് തൊട്ടേ എനിക്ക് പൗരോഹിത്യത്തോട് ഭയങ്കര ഒരു ഒരു അഭിനിവേശമായിരുന്നു. ഈ പ്രത്യേകിച്ച് കുർബാന ചൊല്ലുന്നത്, ശുശ്രൂഷകൾ, എപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കാണാമല്ലോ, അവരിത് അനുകരിക്കുകയും എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുകയും അങ്ങനത്തെ ഒരു രീതി എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്കൊക്കെ എത്തിപ്പെടുന്നത് അല്ലേ? അങ്ങനെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നെ സ്കൂളായി, കോളേജായി, ആ സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനെ പൗരോഹിത്യത്തെയും ദൈവിക ഈ ശുശ്രൂഷകളെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളും ലഘുലേഖകളും ഒക്കെ ഒത്തിരി കൈ കിട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ ചെറിയൊരു സംശയങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ, ഈ വൈദികർ പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുമോ, ഇതിൻ്റെ അകത്തൊക്കെ വല്ല കാര്യമുണ്ടോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വൈദികരോടൊക്കെ ഇങ്ങനെ അടുത്ത് കിട്ടിയാൽ ചോദിക്കും, നിങ്ങളെ പ്രാർത്ഥിച്ചിട്ട് വല്ലതും നടക്കുമോ, പിന്നെ പരിശുദ്ധാത്മാവുണ്ടോ, പൈശാചിക ശക്തിയുണ്ടോ, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ. പിന്നെ ഈ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ധൂപപ്രാർത്ഥന, മറ്റു കൂദാശകൾ, ഇതൊക്കെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഫലങ്ങളുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ വൈദികരോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ ചോദിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയപ്പോഴാണോ ഇങ്ങനെ വൈദികനാവണം അല്ലെങ്കിൽ ആ ഒരു ആത്മീയ മേഖലയിലേക്ക് എത്തിപ്പെടണമെന്ന് റംബാച്ചന് തോന്നിയത്? ചോദ്യത്തിന് ഉത്തരം കുറെ ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അത് നേരിട്ട് കാണാൻ ഇടയായത് കൂടുതൽ ഒരു സമർപ്പണത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. അങ്ങനെ പൗരോഹിത്യത്തിലേക്ക് എത്തിപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിലും എന്തുകൊണ്ടാണ് സന്യാസ ജീവിതം ചൂസ് ചെയ്യാനുള്ള കാരണം? സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ മോർ ഏലിയാസ് ബാവായെ കുറിച്ചും പരിമല തിരുമേനിയെ കുറിച്ചും ഒക്കെ ഉള്ള ജീവചരിത്രങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കാനും കേൾക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. മഞ്ഞനിക്കരയ്ക്ക്
മിക്കവാറും നടന്നു പോകുമായിരുന്നു. അന്ന് അവിടുന്ന് കാൽനട തീർത്ഥാടകരോടൊപ്പം ഞാനും നടന്നു പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ നടന്നു പോകുന്നതിനിടയ്ക്ക് ഈ വിശുദ്ധരായ വൈദികരിലൂടെ നടന്നിട്ടുള്ള അവർ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്നിൽ നിന്ന് എപ്പോഴും ഈ ചോദ്യം ഉണ്ടായിക്കൊണ്ട്, ഇതിന് വിരുദ്ധമായിട്ട് ചില അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചോദ്യങ്ങൾ, ഇങ്ങനെ വല്ലതും നടക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നീട് അത് നടക്കും എന്ന് മനസ്സിലായതോടുകൂടി ഇതങ്ങ് ഉറപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഇവരുടെ ആ ജീവിതം, പരിമല തിരുമേനിയുടെയും ഏലിയാസ് ബാവയുടെ, വിശുദ്ധരായ വൈദികരുടെ ജീവിതം, അവരുടെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പം അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അങ്ങനെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സന്യസ്ത ജീവിതം തിരഞ്ഞെടുത്തു. ഇത്രയും നേരം നമ്മൾ റംബാച്ചന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു. ഇനി എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും റംബാച്ചന്റെ ഒരു പാട്ട് കേൾക്കാനായിട്ട്. ഇപ്പൊ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? പാടാം. രക്ഷിപ്പാൻ ദൈവത്തിൻ കാരം കുറുകിട്ടില്ല, കേൾക്കുവാൻ തൻ കാതുകൾ മന്ദമായില്ല. വിളിക്കും മുമ്പേ നാഥൻ വിളി കേട്ടിടും, പ്രാർത്ഥിക്കും മുമ്പേ നാഥൻ ഉത്തരം നൽകും. നിന്റെ അകൃത്യങ്ങളാൽ ഞാൻ മുഖം മറച്ചു, നിന്റെ പാപങ്ങൾ എന്നിൽ നിന്നും നിന്നെ അകറ്റി. നിന്റെ അകൃത്യങ്ങളാൽ ഞാൻ മുഖം മറച്ചു, നിന്റെ പാപങ്ങൾ എന്നിൽ നിന്നും നിന്നെ അകറ്റി. രക്ഷിപ്പാൻ ദൈവത്തിൻ കാരം കുറുകിട്ടില്ല, കേൾക്കുവാൻ തൻ കാതുകൾ മന്ദമായില്ല. രംബാച്ച, പാട്ട് വളരെ മനോഹരമായിരുന്നു. അപ്പം നമ്മൾ സന്യാസ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. അപ്പം ഈ സന്യാസ ജീവിതത്തിൽ പലതരം സന്യാസ ജീവിതമുണ്ട്. അപ്പൊ അതില് ഏതാണ് റംബാച്ചൻ സ്വീകരിച്ചിരിക്കുന്നത്? ഏതിനോടാണ് റംബാച്ചന് താല്പര്യം? സന്യാസ ജീവിതം പലതരത്തിലുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ അറിവാണ്. എല്ലാവരുടെയും മനസ്സിൽ ചില പ്രത്യേക കാഴ്ചപ്പാടുകളാണ് കിടക്കുന്നത്. അതിൽ വിദേശത്തൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ വൈദികനാകാതെ സന്യസ്തരാകുന്നവരുണ്ട്. അവർ പ്രത്യേക ദേറാകളിൽ താമസിച്ച് അവരാ സന്യസ്ത ജീവിതം തുടരുന്നു. അവർ വൈദികരല്ലാത്തതുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷകൾ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ വൈദികരായ പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ച് സന്യസ്തരാകുന്നവരുണ്ട്. അവര് ജനങ്ങളോട് ഇടപെടണം, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടണം. മുമ്പ് പറഞ്ഞതുപോലെ മലകളിലും ഗുഹകളിലും ഒക്കെ സന്യസിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ തൂണുകളിൽ കയറിയിരുന്ന് സന്യസിച്ചവരുണ്ട്. പിന്നെ ചിലർ മരങ്ങളിൽ ഒക്കെ കയറി നിന്ന് ഏകാന്തമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചവരുണ്ട്. ഇതിലേതെങ്കിലും ഇപ്പൊ ഒരു കാര്യം ചെയ്താൽ മാത്രമേ സന്യാസിയാവൂ എന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ ജനങ്ങളുമായിട്ട് ഇടപെട്ട് അവരുടെ ആത്മീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പ്രാർത്ഥനയിലൂടെ പരിഹാരം കണ്ടെത്തുക. അതൊക്കെ എനിക്ക് വളരെ താല്പര്യമുള്ള അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സന്യാസിയുടെ പിതാവായ മോർ അന്തോണിയോസ്, അദ്ദേഹം വനത്തിൽ പോയി ഒരു കുറെ കാലഘട്ടം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതിന് ശേഷം പിന്നീട് ജനങ്ങളുടെ ഇടയിലേക്ക് വരും, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും, അവരെ പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരിടത്ത് എവിടെയെങ്കിലും പോയി അങ്ങ് ഇരിക്കുക, അങ്ങനെ തീരുക എന്നുള്ളതല്ല. പലരുടെയും സന്യസ്തരെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്, എവിടെയെങ്കിലും മാറിയിരുന്ന് അങ്ങനെ പോവുക. എൻ്റെ ഇഷ്ടം എപ്പോഴും പ്രാർത്ഥിക്കുക, ജനങ്ങളോട് ഇടപെടുക, അവർക്ക് ആ പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ അവർ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് വലിയ ഒരു സന്തോഷമാണ്. അങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഇഷ്ടം. സന്യാസ ജീവിതത്തിലോട്ട് നമ്മൾ എത്തിയ കാര്യവും ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതിനിടയിൽ എപ്പോഴാണ് ഈ സംഗീതവുമായൊരു ബന്ധം വന്നത്, അല്ലെങ്കിൽ സംഗീതത്തിലേക്ക് കൂടുതൽ വരാനും അതുപോലെ കമ്പോസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഉണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു? എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് ഏറ്റവും ഇമ്പകരമായ അച്ചടക്കമായിട്ട്
വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അന്നൊക്കെ വളരെ ചുരുക്കം ചില ഓഡിയോ കാസറ്റുകളിലൂടെ ചില വൈദികരുടെ വിശുദ്ധ കുർബാന കേൾക്കാനായിട്ട് ഇടയായിരുന്നു. അതെന്നെ ഒത്തിരി ഇങ്ങനെ ആകർഷിച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കേൾക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം അവിടുന്ന് മാറാതെ അത് കേൾക്കുമായിരുന്നു. അപ്പൊ അത് വിശുദ്ധ കുർബാന ഏറ്റവും ഇമ്പകരമായിട്ട് ശ്രദ്ധയോടും അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇടപെടാതെ അത് വളരെ നന്നായിട്ട് ചെയ്യണമെന്നുള്ള അന്നേയുള്ള ഒരു താല്പര്യമായിരുന്നു. പിന്നെ ചെറുപ്പം തൊട്ട് വീട്ടിൽ എൻ്റെ അപ്പന് പാട്ടുമായിട്ട് നല്ല ഒരു താല്പര്യമുള്ള ആളാണ്, പാട്ടിനോട് ബന്ധമുള്ള ആളാണ്. അപ്പം വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ അവിടെ നിന്ന് ക്രിസ്തീയ ഗാനങ്ങളൊക്കെ പാടും. അതിൽ വീട്ടിൽ പാടിക്കൊണ്ടിരുന്നതിൽ നന്നായിട്ട് അന്ന് പാടുമായിരുന്നു. പിന്നെ അന്ന് തൊട്ടേ ഈ പ്രാർത്ഥന യോഗങ്ങളിലൊക്കെ പോകുമ്പോഴത്തേനും പാട്ട് തുടങ്ങാനും പാട്ട് പാടാനും അതുപോലെ തന്നെ വേദപുസ്തകം വായിക്കുന്ന സമയത്തുമൊക്കെ വേദപുസ്തകം എടുത്ത് എൻ്റെ കയ്യിൽ തരുകയും ഞാൻ വായിക്കുകയും അങ്ങനെ ഒരു പ്രോത്സാഹനമൊക്കെ കിട്ടിയിട്ടുണ്ട്. സംഗീതത്തോട് അന്ന് തൊട്ടേ ഭയങ്കര ഒരു താല്പര്യമുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് ഒക്കെ കാണുമ്പോൾ ആരെങ്കിലും വായിക്കുമ്പോഴൊക്കെ അതിന്റെ സൈഡിൽ പോയി നിന്ന് ഇതെല്ലാം നോക്കി അതെന്നെ ഒത്തിരി ആകർഷിച്ചു. സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ അത്രമാത്രം ആകർഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനോട് താല്പര്യമാണ്. പിന്നെ എൻ്റെ വീടിന്റെ അടുത്ത വീട്ടിൽ ഈ കുട്ടികളെ പാട്ട് പഠിപ്പിക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ സൈഡിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കേൾക്കും അവരെങ്ങനെയാ പാടുന്നത്. പിന്നെ ദൈവം എൻ്റെ ഉള്ളിൽ ഈ സംഗീതം തന്നു എന്നുള്ളതാണ്. ചെറുപ്പകാലഘട്ടം തൊട്ട് ഞാനിങ്ങനെ താളം പിടിക്കും. അന്ന് ഈ വൈകുന്നേരം പാട്ട് പാടുമ്പോഴത്തേനും ഞങ്ങളുടെ വീടിന്റെ തിണ്ണയെന്ന് പറയുമല്ലോ, തൂണ് ഉണ്ട്, ഓടിട്ട വീടായിരുന്നു. അപ്പൊ ആ തൂണയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും. അപ്പൊ ഇതെല്ലാം അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത്. അപ്പൊ ഈ കൊട്ടും പാട്ടും എല്ലാം അന്ന് തൊട്ട് കൊണ്ട് പിന്നീട് അത് അന്നൊന്നും ഇൻസ്ട്രുമെന്റ് ഒന്നും വാങ്ങിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഇൻസ്ട്രുമെന്റ് ഒക്കെ കൈ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിലേക്ക് മാറി. അതൊക്കെ പള്ളി ഗായക സംഘത്തിലൂടെയാണ് ഇൻസ്ട്രുമെന്റ് ഒക്കെ പിന്നീട് കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ സംഗീതത്തിലേക്ക് വന്നു. കുറെ കാര്യങ്ങൾ അതിലൂടെ അങ്ങനെ മനസ്സിലാക്കി. ഇപ്പൊ റംബാച്ചൻ പറഞ്ഞതിൽ റംബാച്ചൻ ഇപ്പൊ താളം പിടിക്കുന്ന കാര്യം, അപ്പൊ ഇൻസ്ട്രുമെന്റ്സിനോടൊക്കെ ഒരു താല്പര്യമുള്ളതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ കീബോർഡ് വായിക്കുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പം ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് റംബാച്ചൻ വായിക്കും, ഏതിനോടൊക്കെയാണ് താല്പര്യം? അന്ന് ആദ്യം ചെറിയ ഓർഗൻ, ഈ പിള്ളേർക്ക് കളിക്കാൻ വാങ്ങിച്ചു കൊടുക്കുന്ന ഓർഗൻ, അങ്ങനെ ഒരെണ്ണം എൻ്റെ അമ്മ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിലാണ് ആദ്യം വിരൽ വെച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഇൻസ്ട്രുമെന്റിനോടൊക്കെ താല്പര്യമാണ്. അവിടെ അന്ന് സന്ധ്യാപ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ എല്ലാവരും കൂടിയിരുന്ന് ഹാർമോണിയവും വയലിനും ഒക്കെ വെച്ച് അവിടെ വായിക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ അയൽവക്കത്തെ ഓരോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരും ഒക്കെ വരും, എല്ലാം കൂടെ വെച്ച് എല്ലാവരും ചേർന്നിരുന്ന് പാടി. അതൊക്കെ കണ്ടതും എൻ്റെ മനസ്സിൽ ഒത്തിരി ഒരു സന്തോഷമായിരുന്നു, താല്പര്യമായിരുന്നു. അപ്പൊ ആ ചെറിയ ഓർഗനെ ഇങ്ങനെ വായിച്ചു പഠിച്ചു. പിന്നീട് ഞാൻ, എനിക്ക് തോന്നുന്ന സ്കൂളിൽ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആ സമയത്ത് ഒരു തബലയൊക്കെ ഞാൻ തന്നെ അത് വാങ്ങിച്ച് അതൊക്കെ അത് പഠിക്കാൻ കുറച്ച് നാൾ അത് പഠിച്ചു. പിന്നെ ഫ്ലൂട്ട് വായിക്കും കുറേശ്ശെ. അപ്പൊ എല്ലാത്തിനോടും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് പള്ളി ഗായക സംഘത്തിൽ കയറി ആ കാര്യങ്ങളൊക്കെ നടത്തി. പിന്നീട് കല്യാണക്കൊയറ്, അങ്ങനെ പല പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ വൈദികനായ ശേഷം ധ്യാന ശുശ്രൂഷകൾ മറ്റുള്ളവരുടെ കൂടെ തന്നെയൊക്കെ നടത്താനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ എഴുതി വെച്ചു. അത് പിന്നീട് റെക്കോർഡ് ചെയ്തൊക്കെ കുറച്ചൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. റംബാച്ചൻ ഇത്രയും ഗാനങ്ങളൊക്കെ എഴുതി അത് കമ്പോസ് ചെയ്തു. അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിലോട്ട് ആദ്യം വരുന്നത് ഈണമാണോ അതെയോ ആ വരികളാണോ? വരികൾ എഴുതിയിട്ടാണോ അതിനൊരു ഈണം കൊടുക്കുന്നത്? മിക്കവാറും ഞാൻ ഈ ഈണത്തിനനുസരിച്ച് വരികൾ ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യാറ്. ഈ ആത്മീയ മേഖലയിലേക്ക് എത്തുന്നതൊക്കെ കൊയറിലൂടെയാണെന്ന് റംബാച്ചൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കൊയറിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് പാട്ട് പാടാനാണോ നിന്നത്, അതെയോ ഇത് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് വായിച്ചിരുന്നത്? ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് കീബോർഡാണ്. വായിക്കുന്നതോടൊപ്പം പാടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ പാടാൻ ആളുള്ളപ്പം ഞാൻ
അതിൽ തന്നെ ശ്രദ്ധിക്കും, വായനയിൽ തന്നെ ശ്രദ്ധിക്കും. പാടാൻ ആളുള്ളപ്പം വായിക്കുകയും പാടാൻ ആൾ കുറവുള്ളപ്പോൾ എന്നാൽ പാടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഗായകസംഘത്തിൻ്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞ് ഞാൻ വൈദികനായ ശേഷം ധ്യാന ശുശ്രൂഷയിലേക്ക് നീങ്ങി. അപ്പം തന്നെ പാട്ടും വായനയും പ്രസംഗവും എല്ലാം ചേർത്ത് അങ്ങനെ ദൈവാലയങ്ങളിലൊക്കെ ഈ ശുശ്രൂഷ അങ്ങനെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സുറിയാനി സഭയുടെ പാരമ്പര്യത്തെ പറ്റിയും അതിൽ 8 നിറങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒന്ന് ഏതെങ്കിലും ഒരു പാട്ടെടുത്ത് ആ വരികൾ 8 നിറത്തിലൊക്കെ ഒന്ന് പാടി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? തീർച്ചയായിട്ടും. ഈ 8 നിറം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പലർക്കും അറിവില്ല. 8 നിറം എന്ന് പറയുന്നത് 8 ട്യൂണാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഈ കുക്കുലിയോൻ അത് 8 നിറത്തിൽ ചൊല്ലാനായിട്ട് പറ്റും. ഞാൻ അതിന്റെ ആദ്യത്തെ 2 ലൈൻ വീതം 8 നിറത്തിൽ ചൊല്ലാമോ എന്നൊന്ന് പരിശ്രമിക്കാം. നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയായോ ഹാലേലൂയ നിൻവല ഭാഗേ രാജഭാമിനിയും. നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻവല ഭാഗേ രാജഭാമിനിയും. നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻവല ഭാഗേ രാജഭാമിനിയും. 3 4. നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻവല ഭാഗേ രാജഭാമിനിയും. 4. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻവല ഭാഗേ രാജഭാമിനിയും. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻവല ഭാഗേ രാജഭാമിനിയും. 6. നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ ഹാലേലൂയ നിൻവല ഭാഗേ രാജഭാമിനിയും. 7. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻവല ഭാഗേ രാജഭാമിനിയും. 8. അങ്ങനെ 8 നിറത്തിൽ പാടാൻ പറ്റുന്ന ഗീതങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ഇതൊന്നും ഇങ്ങനെയൊന്നും പലയിടത്തും പാടാറില്ല. പാടിയാൽ വളരെ കേൾക്കാൻ അത് ഇമ്പകരമാണ്. പള്ളികളിൽ ഗായക സംഘത്തിനും ഒരു വലിയ പങ്കുണ്ട്. അപ്പം ഈ ഗായക സംഘത്തില് ഇത്രയും നിന്ന് പരിചയമുള്ള റംബാച്ചന് അവർക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ടിപ്സോ ഉണ്ടോ? അല്ലെങ്കിൽ റംബാച്ചൻ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രതിസന്ധികളോ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതിനെ കുറിച്ചിട്ടും അതുപോലെ ഇവർക്കുള്ള നിർദ്ദേശങ്ങളോ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആരാധന എല്ലാം സംഗീതാത്മകമാണ്. അതിൽ നമ്മൾ ഒത്തിരി അഭിമാനിക്കുന്നവരും അത് നമ്മളെ ഒത്തിരി ആകർഷിക്കാറുമുണ്ട്. എപ്പോഴും സംഗീതാത്മകമായ ഒരു ആരാധന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. നമ്മളിപ്പം മൊബൈൽ എടുത്താലും നല്ല ഒരു ആരാധന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് കേൾക്കും. മനസ്സിലായില്ലേ? അത്രത്തോളം അത് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം ആരാധന എപ്പോഴും ഭംഗിയായിരിക്കണം. നമ്മൾ അത് ചൊല്ലുമ്പോൾ തന്നെ ദൈവത്തോട് അപേക്ഷിക്കുകയാണെന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണം. അപേക്ഷയാണിത്, പ്രാർത്ഥനയാണിതെന്ന് തോന്നണം. അതിന് ഗായകസംഘത്തിന് ഒത്തിരി ആരാധനയെ സഹായിക്കാനായിട്ട് പറ്റും. ഗായകസംഘത്തിൽ പങ്കെടുക്കുന്നവർ സമർപ്പണത്തോടു കൂടി ആയിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും വൈദികരോട് ചേർന്ന് പോകുന്നതാണ് എനിക്കിഷ്ടം. വൈദികർ ഏത് ട്യൂണിൽ ചൊല്ലുന്നോ ഏത് പിച്ചിൽ ചൊല്ലുന്നോ അതിനോട് ചേർന്ന് നിൽക്കുക. എന്നാൽ ചിലയിടത്തൊക്കെ അതിനൊക്കെ ഒരു തടസ്സം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് അവരവരുടേതായ ആ ശ്രുതിയിൽ തന്നെ ഗായകസംഘം പിടിച്ചു നിൽക്കുക. പിന്നെ പല ദൈവാലയങ്ങളിലും പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ തന്നെ എപ്പോഴും ഗായകസംഘം മേജർ സ്കെയിലിൽ തന്നെ നിൽക്കാനായിട്ട് നോക്കും. അത്
മൈനർ ചൊല്ലുന്ന ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അവർ ഗായസംഘം പെട്ടെന്ന് മേജറിലോട്ട് കയറുമ്പോഴത്തേനും അതുമായിട്ട് അങ്ങോട്ട് സിങ്ക് ആകാനായിട്ട് പറ്റാതെ വരുന്നത് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകും. അതുപോലെ തന്നെ എനിക്കൊരു പ്രത്യേക അഭിപ്രായം ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പള്ളികളിൽ ഗീതങ്ങൾ ആലപിക്കുമ്പോൾ ഇപ്പം ഒരു ട്യൂണിൽ മൈനർ സ്കെയിലിൽ പാടി വന്ന് അങ്ങനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനം മുഴുവൻ ഈ ഗായസംഘത്തോട് ചേർന്ന് പാടുകയാണ്. അങ്ങനെ പാടി വന്ന് അത് നിർത്തി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ആ പാട്ട് തീർന്ന അന്നേരം മൈനർ സ്കെയിലിൽ പാടി വന്ന് നിർത്തിയതിന് ശേഷം ഉദാഹരണമായിട്ട് യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിലുതാൻ, ഇതിങ്ങനെ ജനം മുഴുവൻ പാടി വരുവാണ്. അതിനുശേഷം സ്തവങ്കാലസ് പറഞ്ഞിട്ട് നേരത്തെ കുറിയലായസൻ കുറിയേസോൻ മൈനറിൽ തന്നെ പറഞ്ഞ് നിർത്തുവാണെങ്കിൽ വൈദികർക്ക് തുടങ്ങാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇത് പെട്ടെന്ന് മറ്റൊരു സ്കെയിലിലേക്ക് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചില വൈദികർക്കൊക്കെ പ്രയാസം ഉണ്ടാകും. പിന്നെ ചില ഈ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ചില ദൈവാലയങ്ങളൊക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തുടങ്ങാൻ തന്നെ പ്രയാസം. കാരണം നമ്മൾ എന്തെങ്കിലും ചൊല്ലി എന്നിങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ അടുത്ത് തുടങ്ങാനായിട്ടൊരു ചെറിയ ഇതെവിടെ തുടങ്ങണം എന്നുള്ള ഒരു പ്രയാസമുണ്ട്. അങ്ങനെ ആകാതെ എത്രയോ ഭംഗിയാണ് ഗായകസംഘം വൈദികരോട് ചേർന്ന് നിൽക്കുന്നത്. അതേ ശ്രുതിയിൽ തന്നെ പ്രതിവാക്യങ്ങൾ പറഞ്ഞ് ഏത് സ്കെയിലാണ് പോകുന്നെങ്കിൽ അതിൽ തന്നെ നിൽക്കുന്നത്. അല്ലെ അടുത്ത പാട്ട് തുടങ്ങുമ്പോൾ അവർ മാറ്റി തുടങ്ങി ആ പാട്ട് എവിടെ തീരുന്നോ അതിൽ തന്നെ പ്രതിവാക്യം പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് വളരെ ഭംഗിയാവും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ ഇതേ പ്രശ്നം തന്നെ ഗായക സംഘവും നേരിടുന്നുണ്ട്. കാരണം പലപ്പോഴും അവർ പ്രാക്ടീസ് ചെയ്ത് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ ട്യൂണാവാം അല്ലെങ്കിൽ പിച്ചാവാം, ഇതൊക്കെ മാറുമ്പോൾ അവരും പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പം ഇത് രണ്ടുപേരുടെ സൈഡിലും, അതായത് നമ്മളിപ്പോൾ ആദ്യം വൈദികരുടെ സൈഡിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗായക സംഘത്തിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരും പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അപ്പൊ ഇതിനൊരു പരിഹാരമായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? റംബാസിന് അവർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാമോ? അതിന്റെ പരിഹാരം എന്ന് പറയുന്നത്, ഒന്നാമത് ഗായകസംഘത്തിൽ കീബോർഡ് വായിക്കുന്ന ആള് ശ്രുതിയെക്കുറിച്ച് നിശ്ചയമുള്ള ആളായിരിക്കണം. ഏതെങ്കിലും ഒരു ശ്രുതിയിലായിരിക്കും വൈദികൻ പോകുന്നത്. അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കാൻ ഗായകസംഘം പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അവരുടേതായ ചില രീതികൾ പഠിച്ച് അങ്ങനെ പോകത്തുള്ളൂ. ഇല്ല അതിൽ മാറ്റിയ ഗായകസംഘക്കാർക്ക് പ്രശ്നമാകും എന്ന നിലപാടിലാണെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അപ്പം വൈദികരേത് അതാണല്ലോ പ്രാധാന്യം. ഗായകസംഘത്തിൻ്റെതിനേക്കാൾ പ്രാധാന്യം ഉള്ളത് വൈദികരുടെ ശുശ്രൂഷയാണ്. അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് പരിശീലിക്കുക. പിന്നെ ചില തെറ്റിദ്ധാരണകളും പിടിവാശികളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഒരിക്കൽ ചില വല്യച്ഛന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പാട്ടിനോട് അങ്ങനെ പാടേണ്ട കാര്യമില്ല, അതിന്റെ ഭംഗിയല്ല ഇതിന്റെ ഇവിടുത്തെ പ്രധാനം, പ്രാർത്ഥനയാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് ചടിക്കുന്നവരുണ്ട്. ഒരിക്കൽ ഞാൻ എല്ലാവർക്കും ഈ സംഗീതത്തോട് ഉള്ളിൽ താല്പര്യമുണ്ട്. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ വെറുതെ എന്ത് ചെയ്യും, എപ്പോഴും അതിനെ ഒരു നിഷേധാത്മകമായ നിലപാട് അതിനോട് എടുക്കും. അതങ്ങനെ വേണ്ട. ഞാനിങ്ങനെ ഒരിക്കൽ ഒരു ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരച്ഛനെ കുറിച്ച് ഇങ്ങനെ എന്നോട് വന്ന് മറ്റുള്ളവരൊക്കെ പറയുക, പള്ളിയിലുള്ളവരൊക്കെ, അച്ഛന് ഈ പാട്ടും കൂത്തും ഒന്നും ഇഷ്ടമില്ല, ഓർഗൻ വായിക്കുന്നൊന്നും അച്ഛന് ഇഷ്ടമില്ല, ഇതൊന്നും ഇവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ കുറച്ച് നാൾ ഞാനിതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ഈ നിലപാടുണ്ടായിരുന്ന വൈദികൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് രഹസ്യമായിട്ട് ചോദിച്ചു, എൻ്റെ മോനെ കൂടെ ഒന്ന് പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും എന്തൊക്കെയോ മുന്നമേ കിട്ടിയിരിക്കുന്ന ചില ധാരണകളായിരിക്കും, അല്ലെ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഭക്തിയുടെ ഒരു തീഷ്ണത, അല്ലെ എന്നൊക്കെ ഉള്ള തോന്നൽ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാവരും സംഗീതത്തെ സ്നേഹിക്കുന്നു. നല്ല ആരാധന എപ്പോഴും നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് സംഗീതം. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് വൈദികരോട് സഹകരിച്ച് ഗായക സംഘം ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാം മനോഹരമായി തീരും.
റംബാച്ചൻ പുതിയതായിട്ട് 4 പുതിയ പാട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ 4 പാട്ടും വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. അതിൻ്റെ വരികളും ട്യൂണും ഒക്കെ അത്രയും മനോഹരമാണ്. അപ്പം അതിൽ റംബാച്ചന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ റംബാച്ചൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് പാടാവോ? സർവപരിപാലകനാം സ്നേഹരൂപനേശുനാഥ, സാമോദം ഞാൻ വാഴ്ത്തിടുന്നു നിൻ മഹിമാപ്രഭവത്തെ. ദിവ്യനാമം കീർത്തിക്കുവാൻ നൽകുക നിൻ നൽവരങ്ങൾ, നിന്നിലെന്നും വാസമാക്കാൻ നൽകണമേ നിൻ വിശുദ്ധി. ഇപ്പോൾ റംബാച്ചനൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് കുറേ പാട്ടുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ റംബാച്ചൻ എഴുതി റംബാച്ചൻ തന്നെ ഈണം നൽകിയിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ 1-2 പാട്ട് ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ ഏലിയാസ് തതിയൻ ബാവയെ പറ്റിയിട്ടാണ്. അപ്പോൾ ബാവയുമായിട്ടൊരു കണക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ബാവയെ കുറിച്ചിട്ട് കൂടുതൽ പാട്ടുകൾ എഴുതാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പാട്ട് എഴുതി CD ആയിട്ട് ഇറക്കുന്ന ഏലിയാസ് ബാവയോടുള്ള മധ്യസ്ഥതാ ഗാനമാണ്. ഒരു അപേക്ഷ പ്രാർത്ഥന എല്ലാം കൂടെ കൂട്ടി. അന്നൊക്കെ ഈ CD ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്ത് കസ്റ്ററിനെയും വിൽസൺ പിറവം, മനോജ് അവരൊക്കെ അന്ന് ആ CD-ക്കകത്ത് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8 പാട്ടുകൾ ഞാൻ തന്നെ എഴുതി അതിന് ട്യൂൺ കൊടുത്ത് അവരെ കൊണ്ട് പാടിച്ച് അത് ഇറക്കിയായിരുന്നു. അത് ഒത്തിരി ആളുകൾക്ക് അത് ഇഷ്ടമായി. അതിനുശേഷം ഇങ്ങനെ കുറേ പാട്ടുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് CD-യുടെ കാലഘട്ടമൊക്കെ പോയി. പിന്നീട് പെൻഡ്രൈവായി. പിന്നെയാണ് ഈ ചാനലും യൂട്യൂബ് ചാനലും ഒക്കെ വന്ന് എല്ലാവരും അതിൻ്റെ അകത്തൂടെ പാട്ടുകളൊക്കെ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നും നമുക്കിതിനെക്കുറിച്ചൊന്നും അത്ര വലിയ അറിവില്ലായിരുന്നു ഇതെങ്ങനെയായി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നമ്മുടെ അങ്കിത് അച്ഛനെ, നമ്മുടെ സഭയിലെ തന്നെ ഒരു പാട്ടൊക്കെ ചെയ്യുന്ന അച്ഛനാണ്. അച്ഛനെ വിളിച്ച് ഇങ്ങനെ ഒരു പാട്ടിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ഈ സാംസ് മീഡിയയെക്കുറിച്ചും ജോൺസനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട്. ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, പല പരിപാടികളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു വന്നു, ഇങ്ങേരുടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങേരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാത്ത വീണയും പാടുമെന്ന് പറഞ്ഞ പോലെ അച്ഛന്മാരും പാടിപ്പോവും. അപ്പം അദ്ദേഹം അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അങ്ങനെ ഞാൻ എഴുതിയ ഒരു 4 പാട്ട് ഈ സാംസ് മീഡിയയിലൂടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രമീകരിച്ച് അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. റംബാച്ചൻ ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ സാംസ് മീഡിയയുടെ എല്ലാമായ ജോൺസൺ ചേട്ടനെ പറ്റിയിട്ടാണ്. അപ്പൊ റംബാച്ചനും ജോൺസൺ ചേട്ടനും തമ്മിലുള്ള ആ ഒരു ബന്ധം കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവോ? ജോൺസനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനെ ഒരുപാട് സ്നേഹിക്കുന്നു. മറ്റ് ലാഭങ്ങളൊന്നും നോക്കാതെ തന്നെ ഒരാൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയ അതിനെ എങ്ങനെയൊക്കെ തൻ്റെ ഭാഗത്ത് നിന്ന് പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളത് അത് ഏറ്റവും നന്നായിട്ട് ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം അത് ചെയ്തു തരും. അപ്പൊ അത് ഈ പാട്ട് മാത്രമല്ല, പുള്ളിയുടെ വാക്ക്, പുള്ളി അത് വാചകത്തിൽ അതിൽ നിന്ന് നമ്മളിപ്പോ തൽക്കാലം നമുക്കത് ചെയ്യാൻ പറ്റുകയെന്നൊക്കെ ഇങ്ങനെ തോന്നിയാലും പുള്ളി അത് ചെയ്യിപ്പിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ പുള്ളിയുടെ എല്ലാ കഴിവുകളും, പുള്ളിക്ക് ഫ്ലൂട്ട് വായിക്കും, പുള്ളി വയലിൻ വായിക്കും, കീബോർഡ് വായിക്കും, പിന്നെ പെറുക്കി കൂട്ടാവുന്ന എല്ലാം പുള്ളി, ആ പാട്ട് നന്നാക്കാൻ സംഘടിപ്പിക്കാവുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി, ഒരു ഗ്ലാസ് താഴെ വീണാലും ആ സൗണ്ടും കൂടെ പുള്ളി ഇതിനകത്ത് അങ്ങനെ എവിടെയും തള്ളിക്കയറ്റാവുന്നു. അങ്ങനെ പുള്ളി അതിനെ ഭംഗിയാക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു നല്ല കലാകാരനാണ്. അദ്ദേഹം ചെയ്തു തന്ന എല്ലാ പാട്ടുകളെയും അതിനെ പ്രതി പ്രത്യേകമായിട്ടൊരു നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. നമ്മൾ ഓൾറെഡി കേട്ട പാട്ടുകൾ ഓൾറെഡി റിലീസ് ആയതാണ്. അപ്പം ഇനി റിലീസ് ആവാനിരിക്കുന്ന റംബാച്ചന്റെ ഏതെങ്കിലും പാട്ടുകളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 2 വരി പാടാമോ? തീർച്ചയായിട്ടും പാടാം.
ദൈവമേ നിൻ സന്നിധിയിൽ കുമ്പിടുന്നു ഞാൻ, എന്റേതായതെല്ലാം നൽകിയിടുന്നു ഞാൻ. ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ ചെയ്ത പാപങ്ങൾ ഓർത്തു നൊന്തു കേണിടുന്നു, മാപ്പു നൽകണേ. പൗരോഹിത്യ ജീവിതത്തിൽ റംബാച്ചന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? പൗരോഹിത്യ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ശുശ്രൂഷ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നത് സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തതിന് ശേഷം മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പ്രത്യേക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അവരെ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ തന്നെ വന്ന് ആ വിഷയത്തിന് പരിഹാരമായി എന്ന് പറയുന്നതും ആ പ്രാർത്ഥനാ സമയത്ത് നടക്കുന്ന പ്രത്യേക അനുഭവങ്ങൾ, അത് ദൈവത്തിന്റെ ആ ഒരു ഇടപെടലും അവർക്കുണ്ടാകുന്ന സന്തോഷം കാണുമ്പോൾ ശരിക്കും പലവർക്കും വരുന്നൊരു സംശയമാണത്, അത് സത്യമാണോ അല്ലെങ്കിൽ അത് വെറുതെ അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പം അതിനെ കുറിച്ചിട്ടൊന്ന് പറയൂ. എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. ഏതെങ്കിലും ഒരു തിന്മയുടെ സ്വാധീനം വഴിയായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറിയ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനെ നിഷേധിക്കുമെങ്കിലും 4 ഹോസ്പിറ്റലിൽ പോയി ഒരു രോഗാവസ്ഥയ്ക്ക് പരിശോധന നടത്തിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ഒറ്റ പ്രാർത്ഥനയിലൂടെ 5 മിനിറ്റ് കൊണ്ട് സുഖപ്പെട്ടിട്ടുണ്ട്. അത് ഈ ദൈവവചനത്തിൽ പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യത്തിനും നമുക്ക് ഉത്തരം നൽകാനായിട്ട് ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. അതെനിക്ക് ഒത്തിരി അനുഭവവേദ്യമായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന മറ്റാളുകളാണല്ലോ. അവരെ പ്രാർത്ഥിക്കുമ്പോൾ അവർ വന്നങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വളരെ സന്തോഷകരമാണ്. റംബാച്ചനെ എല്ലാവരും നോട്ട് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ ന്യൂസിലൊക്കെ വളരെയധികം വൈറലായൊരു ന്യൂസ് ആയിരുന്നു കാൽപന്ത് കളി കളിക്കുന്നത്. അപ്പം ഒരു വൈദികൻ എങ്ങനെ കാൽപന്ത് കളിയുമായിട്ട് കണക്റ്റായി, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറി എന്താണ്? വൈദികനാകുന്നതിന് മുമ്പ് എൻ്റെ ഇഷ്ട വിനോദമായിരുന്നു പാട്ടും കളിയും. അപ്പൊ അതിൽ ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂർ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട കായിക വിനോദമാണ് നാടൻ പന്ത് കളി എന്നുള്ളത്. ചെറുപ്പം തൊട്ടേ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ കളി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതിൽ കളിക്കുമായിരുന്നു. അതിൽ കളിച്ച് വളരെ നല്ല രീതിയിൽ കളിക്കുമായിരുന്നു. അന്ന് പിന്നീട് അത് ടൂർണമെന്റ് നടക്കുന്ന ടീമിൽ കളിക്കാനായിട്ട് അവസരം ലഭിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം ടീമിൽ ഇറങ്ങുന്ന ആ ഒരു കളി തന്നെ എൻ്റെ ആ ഒരു മത്സരത്തിലൂടെ ആ കളി വിജയിക്കാൻ, ഒരു ഫൈനൽ മത്സരം ഇങ്ങനെ തോറ്റു കിടന്ന ഒരു കളി, ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് ഒരു പകരക്കാരനായിട്ട് ഞാൻ ഇറങ്ങുന്നു. ആദ്യമായിട്ട് ഞാൻ സർവീസ് ചെയ്യുന്നു. ആ ഒരൊറ്റ സർവീസിലൂടെ തന്നെ മറ്റേ എതിർ ടീമിനേക്കാൾ കൂടുതൽ പോയിന്റ് നേടി അവരിൽ അപ്പുറം കയറി. അപ്പൊ അന്ന് ദേശാഭിമാനി കപ്പിന് വേണ്ടി നടന്നൊരു കളിയായിരുന്നു. അതന്ന് ഈ നമ്മുടെ ദൂരദർശനം എടുക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ വന്നു. പിന്നെ ദേശാഭിമാനി പത്രത്തിലൊക്കെ അന്ന് ഫോട്ടോയൊക്കെ വന്നായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് പിന്നീട് ടൂർണമെന്റുകളിൽ ഇങ്ങനെ നിറഞ്ഞു വന്നു. ആ മേഖലയിൽ ഒത്തിരി കളിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്നും വൈദികനായപ്പോൾ കളി നിർത്തി, പിന്നീട് കളിക്കാൻ പോയിട്ടില്ല. എന്നാൽ ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ആളുകൾ താല്പര്യത്തോടു കൂടിയ സംഘാടകര് ഉദ്ഘാടനം ചെയ്യാനും സമ്മാനം കൊടുക്കാനും ട്രോഫി കൊടുക്കാനും ഒക്കെ വിളിക്കും. അപ്പൊ അവരതിൻ്റെ ഇടയ്ക്ക് ഒരു പന്തൊക്കെ ഒന്ന് എടുത്ത് വെട്ടാനായിട്ടൊക്കെ പറയും. അങ്ങനെ ഒരിക്കൽ വെട്ടിയതാണ് ഈ വീഡിയോ ക്ലിപ്പ് പുറത്ത് വന്നത്. കളിക്കാൻ പോകാറില്ല, പക്ഷെ കളിയോട് ഭയങ്കര താല്പര്യമായിരുന്നു, കളിക്കുമായിരുന്നു. ഇത്രയും സമയം സാംസ് ടോക്സിലൂടെ ഞങ്ങൾക്ക് റംബാച്ചന്റെ സന്യാസി ജീവിതത്തെ പറ്റിയും അതുപോലെ സംഗീത ജീവിതത്തെ പറ്റിയും അതുപോലെ ഒരുപാട് അറിവുകളും ഒക്കെ പകർന്നു തന്നു. അപ്പം ഇനിയും ഒരുപാട് ഗാനങ്ങൾ അച്ഛനെ രചിക്കാനും അത് കമ്പോസ് ചെയ്യാനും അതുപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസുകൾ ഇടാനും ഒക്കെ സാധിക്കട്ടെ. സാംസ് ടോക്സിന് വേണ്ടി ഇത്രയധികം സമയം മാറ്റിവെച്ച റംബാച്ചന് ഒരുപാട് നന്ദി. വളരെ സന്തോഷമുണ്ട്.
സാംസ് മീഡിയയുടെ ഈ സങ്കീർത്തന സംവാദത്തിൽ വന്ന് 2 വാക്ക് പറയാനായിട്ട് ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണം ചെയ്തു തന്ന ജോൺസണോടും ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ റംബാച്ചന്റെ ഒരു പാട്ടിലൂടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അജപാലന ദൗത്യം നന്നായി നിറവേറ്റി ആലയില്ലാടുകളെ കാത്ത ആചാര്യശ്രേഷ്ഠർതൻ സ്മരണ മനസ്സിൽ അനുതാപഗീതം ഉണർത്തും. സ്നേഹപിതാവിന്റെ മുന്തിരിത്തോപ്പിൽ ജീവന്റെ വിത്തു വിതച്ച് അന്ത്യം വരെയും കർമ്മനിരതരായി താതഹിതം നിറവേറ്റി. അപ്പൊ സാംസ് ടോക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അതിഥിയുമായി ഇനിയും കാണാം. ഇറ്റ്സ് മീ ദിയ മാത്യു ഫ്രം സാംസ് മീഡിയ സൈനിങ് ഓഫ്.